ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളൊരു പച്ചടിയാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെയും കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവും. അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ ബീട്രൂട്ട് പച്ചടി അരച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് ബീട്രൂട്ട്. എന്നാൽ അതിലും വ്യത്യസ്തമായിട്ട് ഞാൻ കുറച്ചിത് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഫുള്ള് വീഡിയോ കാണണം. കണ്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനലിൽ വരുന്നത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുതേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കിവിടെ ആദ്യം ഇനി ബീട്രൂട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ടിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഒന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ ബീട്രൂട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണയ്ക്കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളകും അതേപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് തേങ്ങ, ജീരകം, ഇഞ്ചിയുമാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാകാനും പാടില്ല. അപ്പോൾ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ പച്ചടി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ പച്ചടി തന്നെ കണ്ടില്ലേ, മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇതേപോലെ ഇരിക്കണം. ഒത്തിരി ലൂസാവരുത്. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇലയിൽ വിളമ്പുമ്പോൾ അതിങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ ഇതാണ് എൻ്റെ പരുവം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കടുക് വറുത്ത് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ കടുക് വറുത്തതിൻ്റെ കൂടെ വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് കോക്കനട്ട് ഓയിലിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ വീട്ടിൽ സൺഫ്ലവർ ഓയിലിലും ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ഒക്കെ ആയിട്ടുള്ളൊരു പച്ചടിയാണ്. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.